മെയിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്ന സമയത്ത് പൂട്ടിട്ട ഓടി റൂമാണ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ വന്നത് 5:30ക്കാണ്. ഇതാണ് മക്കളെ CUTBന്റെ ഹോസ്റ്റൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോകും. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ വൈകുന്നേരമാണ് പോകുന്നതെന്നാണ്. 5:37 ട്രെയിൻ വേണ്ടത്. അപ്പോൾ നാളെ വൈകുന്നേരം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരം എൻ്റെ ഫ്രണ്ട് മെസ്സേജ് പറഞ്ഞ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിരുന്നു. അപ്പോൾ എന്തായാലും പോണിനുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെ അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ പാക്കിംഗ് ഒക്കെ തീർത്തിട്ടുണ്ട്. കുറേ സാധനത്തിലാക്കുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. ഇതുവരെ സെറ്റ് ആവാത്തിൻ്റെ മൈൻഡിൽ ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി അങ്ങനെ നമ്മൾ റൂമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇപ്പച്ചിൻ്റെ കൂടെ കേട്ടോ പോണത്. ഇപ്പച്ചി രാവിലെ 3 മണിക്കൊക്കെ നീച്ചിട്ട് എന്നെ കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പാവുണ്ട്. അങ്ങനെ ഇപ്പച്ചി ഞാനും ഉമ്മച്ചിയും കൂടെ രാവിലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, ഓളിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ട്രെയിൻ വെയിറ്റ് ചെയ്തു. ഉമ്മച്ചിൻ്റെ അടുത്ത് ഉപ്പച്ചിൻ്റെ അടുത്ത് ഉമ്മൊക്കെ വാങ്ങി സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ഒരുപാട് കരണ്ടിട്ടിട്ട് എനിക്കറിയാം ഞാൻ പോവുകയാണ്, ഞാൻ പോകണമെന്ന് എനിക്കറിയാം, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ട്രെയിൻ കയറിയാൽ ഞാൻ കരയും. നമ്മൾ ട്രെയിനിൽ ഈച്ചപ്പോഴേക്കും രാവിലെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ച. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ തിന്നിട്ട് നമ്മളെ ദിവസം തുടങ്ങി. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ചടച്ചപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫിലിമുകളൊക്കെ കണ്ട് അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കണ്ട് തീർത്തു. ഹായ്, രാവിലായി. നമുക്ക് ട്രെയിനിലിരുന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്താലോ? സംഭവം നല്ല ഷേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു വെറൈറ്റി അല്ലേ. വിശന്നിരുന്നപ്പോൾ വെറുതെ ബാഗിൽ കിട്ടി ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടാ. ഒരു 2-2.5 ദിവസത്തെ ശേഷം നമ്മളിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ അടുത്ത് നിന്നാണ് പഞ്ചാബൊക്കെ ട്രെയിൻ ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങും. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണും കൂട്ടി ബിരിയാണി പറഞ്ഞു. എന്നിട്ടോ ഭയങ്കര എരിവ്, വായിക്ക് വെക്കാൻ പറ്റില്ല, എല്ലാവരും കുട്ടി. പഞ്ചാബ് എത്തി ഗൈസ്, ഭയങ്കര സന്തോഷം. പഞ്ചാബ് എത്തിയതുകൊണ്ടല്ല, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ വേറെ ട്രെയിൻ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ചിപ്പോൾ കോളേജിലോട്ട് പോവാണ്. ഫൈനലി ഒരു 2 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും എടുത്തി. കഴിഞ്ഞ മെയിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്ന സമയത്ത് പൂട്ടിട്ട ഓടി റൂമാണ്. നമുക്ക് നോക്കാം റൂമിൻ്റെ അവസ്ഥ. ഓർക്കാനും കിട്ടുന്നില്ലല്ലോ ചേട്ടാ. ഇതിനൊരു റൂമാക്കി എടുക്കണം. മൊത്തം പൊടിയാട്ടാ, അടക്കാൻ പറ്റൂല, അത്ര പൊടിയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂടും. യുദ്ധം നടന്നപ്പോൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത സമയത്ത് നമ്മളോട് ഡോക്യുമെന്റ്സ് മാത്രം എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അന്ന് ഞാനൊരു തീരാ ദുഃഖത്തോടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് പൂട്ടിപ്പോയ അലമാരയുടെ അത് തുറന്നപ്പിക്കുന്നത് സന്തോഷമായത് അറിയും. എനിക്ക് ഒരുപാട് സാധനങ്ങൾ കാര്യമായിട്ടൊന്നും ലേറ്റ് ഡ്രസ്സ് സാധനങ്ങളാണ്. പക്ഷേ എൻ്റെ അച്ചാറൊക്കെ കേടായി പോയിട്ട് എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ അച്ചാറിന് അത് കേടായതിൽ കുറച്ച് സങ്കടമുണ്ട്. നമ്മളെ റൂം ഭയങ്കര ഡേർട്ടിയാണ്. ഭയങ്കര ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ആരുമില്ല, ഞാനാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഞാൻ വിചാരിച്ച് നമുക്ക് കിടക്കാൻ പോലും പറ്റില്ല, അത്ര വൃത്തിയായിട്ട് എടുക്കണം. സോ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അത്രക്കുണ്ട്. ഇത് എപ്പോഴാണ് കഴിയാന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം അത്രക്കുണ്ട് വൃത്തിയാക്കാൻ. ഒരു 2 മാസം പറയുമ്പോൾ 2 മാസം ആയില്ല പൂട്ടിയിട്ടിട്ട്. അപ്പോഴേക്കും ഒന്നായിട്ട് എന്തൊക്കെയോ ആയിപ്പോയി. ഒന്നാമത് ഇവിടെ നല്ല പൊടിക്കാറ്റുണ്ടാവും. റൂം ഒന്നായിട്ട് ഫുള്ള് പ്രശ്നമാണ്. ഹേയ്, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പണികളൊക്കെ ബാക്കിയിട്ട് അലമാറൊക്കെ വൃത്തിയാക്കാണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് ടയർഡ് ചെയ്തു. നമ്മളിങ്ങനെ ഒരു 2-2.5 ദിവസം ട്രെയിനിലിരുന്ന് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് വരുന്നതാണ്. അപ്പോൾ ഫുൾ അലങ്കോലം. എന്തായാലും ഇപ്പോൾ ഒക്കെ ഓക്കെ ആക്കിയിട്ട് എന്തായാലും ഞങ്ങൾക്ക് വൃത്തിയാക്കി വെക്കാൻ വെച്ചത്. അപ്പോൾ ഇതാട്ടാ അതിൻ്റെ റൂമിലിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര വൃത്തിയൊന്നുമില്ലല്ലോ, ഏകദേശമൊക്കെ ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തിക്കണേ. പുറത്ത് ചെറുതായിട്ട് മഴ ഉണ്ട്, ആ സൗണ്ടാട്ടോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അങ്ങനെ 2-2.5 ദിവസത്തിന് ശേഷം നമ്മളെ സ്ഥലത്തെത്തി. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പിന്നെ ശരിക്കും ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പറയണേ. അപ്പോൾ എന്താ കേരള ടു പഞ്ചാബ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.